ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. ചന്ദ്രശേഖരൻ നായർ വീണ്ടും ബ്ലോക്ക് പഞ്ചായത്ത് മത്സരരംഗത്ത്. 3 വട്ടം പഞ്ചായത്ത് പ്രസിഡന്റ്, ഒരിക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നീ പ്രവർത്തന മികവുമായി വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. ചന്ദ്രശേഖരൻ നായർ 2ാം വട്ടവും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരരംഗത്ത്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വാരപ്പെട്ടി ഡിവിഷനിൽ നിന്നുമാണ് അദ്ദേഹം UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. 4 പതിറ്റാണ്ട് പിന്നിട്ട പൊതുപ്രവർത്തനത്തിനിടയിൽ 3 വട്ടം പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വാരപ്പെട്ടി സഹകരണ ബാങ്ക്, കോതമംഗലം ഭവന നിർമ്മാണ സഹകരണ സംഘം എന്നിവയിൽ ഭരണസമിതി അംഗം, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. നിലവിൽ വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഗ്രാമീണ റോഡുകളുടെ നവീകരണം, പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ ശുചീകരണവും സംരക്ഷണവും, അംഗനവാടികളും സ്കൂളുകളും സ്മാർട്ടാക്കൽ, മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി വൃത്തിയുള്ള വാരപ്പെട്ടി പദ്ധതി, കോതമംഗലം 6 കുറുകെയുള്ള ഏറ്റവും വലിയ പാലം, ലൈഫ് ഭവന പദ്ധതി നടപ്പിലാക്കൽ, വയോജന ക്ലബ്, പാലിയേറ്റീവ് രംഗത്തെ മുന്നേറ്റം, ആയുർവേദ ഹോമിയോ ആശുപത്രികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ, വാരപ്പെട്ടി CHCക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുവാനുള്ള ഇടപെടൽ തുടങ്ങിയ വികസനങ്ങൾ ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കാനായെന്ന് പി.കെ. ചന്ദ്രശേഖരൻ നായർ പറഞ്ഞു. ഞാൻ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വാരപ്പെട്ടി ഡിവിഷനിൽ നിന്ന് ജനവിധി തേടുകയാണ്. 1995 മുതൽ മത്സരിക്കുന്ന ഞാൻ 3 വട്ടം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാവാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ടേൺ ബ്ലോക്ക് പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാകാനും എനിക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിലെല്ലാം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്ര വികസനത്തിനു വേണ്ടി പരമാവധി പ്രവർത്തിക്കുവാൻ ശ്രമിക്കുകയും അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ വീണ്ടും മത്സരരംഗത്ത് നിൽക്കുന്നത്. ഈ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണി ഭരിച്ചപ്പോഴെല്ലാം പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ 2000-2025 ഒട്ടനവധി പ്രതിസന്ധികൾ, കോവിഡ് കാലത്തിനും വെള്ളപ്പൊക്കത്തിന്റെയും വയനാട് ദുരന്തത്തിന്റെയും ഒക്കെ പ്രശ്നത്തിൽ കഴിഞ്ഞ 40 വർഷമായി സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തിവരുന്നതെന്നും അതുകൊണ്ട് തന്നെ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും പിന്തുണയും പ്രോത്സാഹനവുമാണ് തന്നെ ഇതുവരെയുള്ള സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചതെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് പരമാവധി ആളുകളെ ചേർത്ത് പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയും പ്രോത്സാഹനവും ഉള്ളതുകൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഈ വട്ടവും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.